വിശദമായ വാർത്തയിലേക്ക്. മലപ്പുറം കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തീയിട്ടു. കീഴാറ്റൂർ സ്വദേശി മുജീബ് റഹ്മാനാണ് ഓഫീസിന് തീയിട്ടത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അക്രമമെന്നാണ് സൂചന. മുജീബിനെ പോലീസ് പിടികൂടി പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിങ്ങൾ എന്തെങ്കിലും എടുക്കണ്ടോ? CV അനുമോദ് ചേരുന്നു. അനുമോദ്, അദ്ദേഹത്തിന്റെ ആവശ്യം മനസ്സിലായി. വീട് എന്ന ആവശ്യം നടപ്പാക്കിയില്ല, ഇല്ലെങ്കിൽ കാലതാമസം വന്നു എന്നുള്ള കാര്യം കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധിച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു വലിയ തെറ്റിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് പോലീസ് എടുത്തിരിക്കുന്ന നടപടി? ആർക്കെങ്കിലും പരിക്കുണ്ടോ? ധന്യ, ഇന്ന് ഉച്ചയ്ക്ക് 1:30 ശേഷം 2 മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. കീഴാറ്റൂർ പഞ്ചായത്ത് ഓഫീസിലെത്തി മുജീബ് റഹ്മാൻ പെട്രോൾ ഒഴിച്ച് ഓഫീസിൽ തീ കൊളുത്തുകയായിരുന്നു. തീ പിടുത്തത്തിൽ രേഖകളും കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ കയ്യിൽ പരിക്കുണ്ട്, വലതുകൈക്ക് പൊള്ളലുണ്ട്. പെരിന്തൽമണ്ണ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇയാളെ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഇയാൾ കീഴാറ്റൂർ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിക്ക് അപേക്ഷ നൽകിയിരുന്നു. ഈ പദ്ധതി അപേക്ഷയിലെ 94ാം റാങ്കുകാരനാണ് ഇയാൾ. 94 ആണ് ഇയാളുടെ റാങ്ക്. ആദ്യഘട്ടത്തിൽ 50 റാങ്കിലുള്ളവർക്ക് വീട് നൽകാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. ഇതിൽ ഇയാൾക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. റാങ്ക് പട്ടിക പ്രകാരം മാത്രമേ വീട് അനുവദിക്കാനാകൂ എന്നായിരുന്നു പഞ്ചായത്തിന്റെ നിലപാട്. തുടർന്ന് ഇയാൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും മെമ്പർക്കുമൊക്കെ പലതവണ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ചട്ടപ്രകാരം മാത്രമേ ഇതിൽ നടപടിയെടുക്കാനാകൂ എന്ന നിലപാടായിരുന്നു പഞ്ചായത്തിനുണ്ടായിരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇയാൾ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത്. ഇയാൾ ഉച്ചയോടെ ഒരു ക്യാനിൽ പെട്രോളുമായി പഞ്ചായത്ത് ഓഫീസിലെത്തുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തി അവിടെ തീ ഇടുകയും ചെയ്തു. ഉടൻ തന്നെ അഗ്നിശമന സേന അവിടെ സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. ഇയാൾ ഈ തീയിട്ട ശേഷം ഓഫീസിലെ തന്നെ ഒരു ടോയ്ലറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇയാള് പോലീസ് അവിടെ നിന്ന് പിടികൂടുകയും ഇയാളുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകി ഇപ്പോൾ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതിയുള്ളത്. ഈ പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അനുമോദ്? സാധാരണക്കാരനായ ഒരാളാണോ, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ? അത്തരത്തിലുള്ള വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. നിലവിൽ ഇയാളൊരു സാധാരണക്കാരനാണ്. ലൈഫ് ഭവന പദ്ധതിക്ക് അർഹനായ ഒരാളാണ്. പക്ഷേ ഇയാളുടെ ഈ 94 എന്ന റാങ്ക്, അതായത് ഇയാളെക്കാൾ അർഹരായ 93 പേർ ഈ പഞ്ചായത്തിലുണ്ട് എന്നാണ് സർക്കാരിന്റെ കണ്ടെത്തലുള്ളത്. അതുകൊണ്ടാണ് സർക്കാരിന്റെ തീരുമാനം അത്തരത്തിൽ വന്നിരിക്കുന്നത്. തുടരാമോ? കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രൻ, ഇതെന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു? എന്താണ് ഇത്തരത്തിലൊരു അക്രമം കാണിക്കാൻ കാരണമായത്? സമയത്താണിത് നടന്നിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ അതിന്റെ കുറച്ച് മുന്നെയാണ് ഞാൻ വീട്ടിൽ പോയത്. പഞ്ചായത്തിൽ നിന്ന് വീട്ടിൽ പോയി. അപ്പൊ ഞാൻ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോ വിളി വരുന്നുണ്ട് പഞ്ചായത്ത്. ഞാൻ ഇങ്ങനെ റോഡുകൾ എസ്റ്റിമേറ്റ് എടുക്കേണ്ട. ഇദ്ദേഹം താങ്കളുടെ വാർഡിലുള്ള ആളാണോ? അതെ, എന്റെ വാർഡിൽ പെട്ടതാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം? എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്? അത് സംഭവം എന്താ വെച്ചാൽ, ഇപ്പൊ ലൈഫിന്റെ ലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിന്റെ ലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതില് ആ ലൈഫ് ഭവന പദ്ധതിയിൽ ഇപ്പോ പഞ്ചായത്ത് എടുത്തിട്ടുള്ളത് 1 മുതൽ 50 വരെയുള്ള ആളുകളെ. റാങ്ക് ലിസ്റ്റ് ഇയാള് കുറച്ച് ബാക്കിലാണ്. എന്തായാലും ഈ 1 മുതൽ 50 വരെയുള്ള ആളുകൾ എടുത്തതിൽ 5 ആളിന്റെ വാർഡുന്നുണ്ട്. ആ വാർഡിൽ 5 ആളുകൾ പെട്ടില്ല. അപ്പൊ അതിന്റെ ഒരു വർഷം ഒരു ലിസ്റ്റ് ഇറങ്ങിയിട്ട് ഒരു തോന്നലുണ്ടോ മനഃപൂർവ്വമാണ് ആ ലിസ്റ്റിൽ പെടാതിരുന്നത് എന്നുള്ള തോന്നലിന്റെ പുറത്ത്? അതപ്പോ എന്തോ എന്നോട് പറഞ്ഞു, ഇയാൾ അങ്ങനെ ലിസ്റ്റ് ബാക്ക് ആക്കിയതെന്നൊക്കെ എന്നോട് പറഞ്ഞു.
ഞാൻ പറഞ്ഞു എനിക്ക് കഴിയില്ല, എനിക്ക് ലിസ്റ്റ് അങ്ങനെ ആക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെന്റ് മാനദണ്ഡങ്ങൾ ഇട്ട് വരുന്ന ലിസ്റ്റുകളാണ്. ഗവൺമെന്റ് നേരിട്ട് പഞ്ചായത്തിക്ക് ലിസ്റ്റ് കൊടുക്കുന്നതാണ്. അതിൽ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ മെമ്പർക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കിയതാണ്. പിന്നെ സെക്രട്ടറിന്റെ അടുത്ത് വന്നതിന് സെക്രട്ടറി ഇതന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെയാ വരുന്നത്. രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും അല്ലേ? അത് എനിക്കറിയില്ല. അത് തീർച്ചയായും എനിക്ക് പറയാൻ കഴിയില്ല. എന്താണ് എന്റെ എന്താണെന്ന് വെച്ചാല് ബാക്കിൽ എന്താണെന്നുള്ളത് എനിക്കറിയാൻ കഴിയില്ല. ശരി, ഇതിപ്പോ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ നശിച്ചു പോകുന്ന അത്രയും വലിയ തീയായിരുന്നു. പിന്നെ ഓഫീസിലെ പിന്നെ ഫുള്ള് സിസ്റ്റങ്ങളും പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചിട്ടുണ്ട്. പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവിടെ മേശപ്പുറത്തുള്ള ഫയലുകൾ കംപ്ലീറ്റ് കത്തി നശിച്ചിട്ടുണ്ട്. മേശപ്പുറത്ത് കൂടി അതിന്റെ ചോട്ടു കൂടെ ഒക്കെ ഫയലുകളിലൊക്കെ കത്തി നശിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ താങ്കൾക്ക് ഉറപ്പായിട്ട് നേരത്തെ അറിയാമായിരിക്കുമല്ലോ. ഇത്തരത്തിൽ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ആളാണോ? അല്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇതേവരെ കണ്ടിട്ടില്ല. എന്നാലും മാനസികമായിട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ഇതേവരെയായിട്ട്. പോലീസ് എന്താണ് പറയുന്നത്? എങ്ങനെയാണ് കേസെടുത്തിരിക്കുന്നത്? പോലീസ് എന്താ പറയുന്നത് വെച്ചാല് പോലീസ് അയാളെ കൊണ്ടുപോയിട്ടുണ്ട്. അത്രേ എനിക്കറിയുള്ളൂ. എന്താണ് പോലീസിനോട് പറഞ്ഞതിന്റെ കാര്യങ്ങള്. ആയിക്കോട്ടെ, നന്ദി ചന്ദ്രൻ പ്രതികരിച്ചതിന്. മറ്റു വാർത്തകളിലേക്ക്. നിഖിലിന്റെ എംകോം അഡ്മിഷൻ ഉടൻ റദ്ദാക്കും. നിഖിൽ തോമസിന്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പിൻവലിക്കാൻ കേരള സർവകലാശാല തീരുമാനം. കലിംഗ സർവകലാശാല ഔദ്യോഗികമായി മറുപടി നൽകിയ സാഹചര്യത്തിലാണ് നടപടി. നന്ദകുമാർ ചേരുന്നു. നന്ദൻ, വിവരങ്ങൾ. ധന്യ, കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് കേരള സർവകലാശാല കടക്കുന്നത്. അതിന്റെ പ്രാഥമിക ഘട്ടം എന്ന് വേണം കലിംഗ സർവകലാശാലയുടെ മറുപടി ഇപ്പോൾ കേരള സർവകലാശാലയ്ക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിഖിൽ തോമസിന് നൽകിയിരുന്ന തത്തുല്യതാ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പിൻവലിക്കുകയും അതിനോടൊപ്പം തന്നെ പുറത്തിറക്കിയ ഉത്തരവും പിൻവലിക്കുകയും ഇപ്പോൾ കേരള സർവകലാശാല ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ കലിംഗ യൂണിവേഴ്സിറ്റിയുടെ മറുപടി പ്രകാരം നിഖിൽ ഹാജരാക്കിയ എല്ലാ രേഖകളും അത് വ്യാജമാണ്. അതുകൊണ്ട് തന്നെ ഈ രേഖകളൊന്നും തന്നെ കലിംഗ യൂണിവേഴ്സിറ്റിയുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് കലിംഗ നൽകിയിരിക്കുന്ന ഒരു മറുപടി. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച്, ഈ തത്തുല്യതാ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കായംകുളം MSM കോളേജിൽ നിന്ന് നേടിയ രജിസ്ട്രേഷനും എംകോം രജിസ്ട്രേഷനും ഇപ്പോൾ കേരള സർവകലാശാല റദ്ദാക്കിയിരിക്കുകയാണ്. എന്തായാലും കടുത്ത നടപടിയിലേക്ക് വരും ദിവസങ്ങളിലും കേരള സർവകലാശാല കടക്കും. അതിൽ പ്രധാനമായും കായംകുളം MSM കോളേജിനെതിരെ തന്നെയായിരിക്കും. കാരണം ഇന്ന് 5 മണിക്ക് മുമ്പ് മറുപടി നൽകണം. ഇത് ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ വിശദീകരണം നൽകണമെന്ന് കേരള സർവകലാശാല VC ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും 5 മണിക്ക് മുമ്പ് കോളേജ് മറുപടി നൽകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും അതിനുശേഷമായിരിക്കും കേരള സർവകലാശാല തുടർ നടപടിയിലേക്ക് നീങ്ങുക. നന്ദി, നന്ദകുമാർ. കായംകുളം MSM കോളേജിൽ എംകോമിന് പ്രവേശനത്തിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച സംഭവത്തിൽ കടുത്ത നിലപാടുമായി കേരള സർവകലാശാല. പ്രിൻസിപ്പലിന് വീഴ്ച പറ്റിയതായും 5 മണിക്ക് മുൻപ് വിശദീകരണം നൽകണമെന്നും സർവകലാശാല അന്ത്യശാസനം നൽകി. ഒളിവിൽ പോയ നിഖിൽ തോമസിനെ കണ്ടെത്താനായി അന്വേഷണ സംഘം നിഖിലിന്റെ സുഹൃത്തുക്കളെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. വിവാദത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറാകാതിരുന്നപ്പോൾ നിഖിലിനായി താൻ ഇടപെട്ടിട്ടില്ലെന്നായിരുന്നു ആരോപണ വിധേയനായ CPI നേതാവ് ബാബുജാന്റെ പ്രതികരണം. ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്താൽ അതിശക്തമായ നടപടിയെടുക്കും. ഇത് താക്കീതാണ്. ഇത് ഞാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ താക്കീതാണ്. ഇന്ന് വൈകുന്നേരത്തിനകം അവർ വിശദീകരണം നൽകണം. നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റിക്ക് അറിയാം. ഇന്നും കടുത്ത ഭാഷയിൽ തന്നെയാണ് കായംകുളം MSM കോളേജ് അധികൃതർക്കെതിരെ കേരള സർവകലാശാല വൈസ് ചാൻസലർ പ്രതികരിച്ചത്. വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്തം കോളേജ് പ്രിൻസിപ്പൽമാർക്ക് ആയിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. വീഴ്ച വന്നാൽ കർശന നടപടിയുണ്ടാകും. ഇനി ഉള്ള എല്ലാ അഡ്മിഷനുകളും അതിന്റെ രേഖകൾ ഇവിടെ അയക്കുമ്പോൾ പ്രിൻസിപ്പൽ ഐ ഹാവ് പേഴ്സണലി വെരിഫൈഡ് ആൻഡ് കൺഫേംഡ് എന്ന് ഒപ്പിട്ട് തരണം. ചെയ്യണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ തരണം എന്നുള്ളൊരു വാക്ക് അതിനകത്തില്ല. അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷേ ഇപ്പൊ അണ്ടർസ്റ്റുഡ് അല്ല, രേഖയാണ്. അങ്ങനെ എഴുതി തരണം. ഏതെങ്കിലും കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആദ്യം അകത്തു പോകും. യൂണിവേഴ്സിറ്റി സമയം അനുവദിച്ചിരിക്കുന്ന വൈകിട്ട് 5 മണിക്ക് മുമ്പ് തന്നെ MSM കോളേജ് സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. കോളേജിന്റെ ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ടും ഇന്ന് പ്രിൻസിപ്പലിന് ലഭ്യമാകും. അതേസമയം ഒളിവിൽ പോയ SFI നേതാവ് നിഖിൽ തോമസിനായി പോലീസ് തിരച്ചിൽ വ്യാപകമാക്കി.
തിരുവനന്തപുരത്തെ SFI നേതാക്കളെ കണ്ടതിന് തൊട്ടു പിന്നാലെ നിഖിൽ ഒളിവിൽ പോയതായാണ് വിവരം. ഇയാളുമായി അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളെ കായംകുളം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കായംകുളത്തെ ഡിവൈഎഫ്ഐ നേതാവും തിരുവനന്തപുരത്തെ LLM വിദ്യാർത്ഥിയുമായ നിഖിലിന്റെ സുഹൃത്തിനെ പുലർച്ചെ 5 മണിയോടെ കായംകുളം പോലീസ് വീട്ടിലെത്തി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡൽഹിയിൽ പഠിച്ച ഇയാൾക്കായി LLMന് പ്രവേശനം നേടുന്നതിനായി തുല്യതാ സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകിയതും ആരോപണ വിധേയനായ CPI നേതാവാണെന്ന് ആക്ഷേപമുണ്ട്. കായംകുളം സിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. റായ്പൂരിലുള്ള പോലീസ് സംഘം കലിംഗ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ മൊഴി രേഖപ്പെടുത്തി. MSM കോളേജ് മാനേജറുടെയും വകുപ്പ് മേധാവിയുടെയും മൊഴിയെടുക്കും. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിശദീകരണം നൽകുമെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലയിലെ SFIയുടെ ചുമതലക്കാരനുമായ സിൻഡിക്കേറ്റ് അംഗം KS ബാബുജാൻ പ്രതികരിച്ചു. ഇതിനെക്കുറിച്ചുള്ള എന്റെ പ്രതികരണം ഞാൻ നിങ്ങളോട് വസ്തുതാപരമായി പറയാം. അതിന്റെ വിവരങ്ങളോട് എടുത്തുകൊണ്ട് ഞാൻ പറയാം. അതേസമയം വ്യാജ ഡിഗ്രി വിവാദത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു തയ്യാറായില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം News 18 ആലപ്പുഴ. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം അടക്കമുള്ള വിഷയങ്ങൾ SFI നേതാക്കളെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് KSU സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രകടനമായെത്തിയ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചു. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അഞ്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തള്ളക്കോഴിയായി മാറുന്നുവെന്ന് KSU പരിഹസിച്ചു. മാർച്ചിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകൾ കാണാതായ സംഭവത്തിൽ MG സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധവുമായി SFIയും MSFും. MG സർവകലാശാല ആസ്ഥാനത്തേക്ക് സംഘടനകൾ മാർച്ച് നടത്തി. പ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. KSU സംസ്ഥാന കൺവീനറും വ്യാജ സർട്ടിഫിക്കറ്റ് കുരുക്കിൽ. സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജമെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള സർവകലാശാല പോലീസിൽ പരാതി നൽകി. ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നുവരുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഏറ്റവും ഒടുവിൽ KSU സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന്റെ പേരും അൻസിലിന്റെ ബിരുദ സർട്ടിഫിക്കറ്റിന്റെ രജിസ്റ്റർ നമ്പരും ഒപ്പും സീലും വ്യാജമെന്നാണ് സർവകലാശാല വ്യക്തമാക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ തുടർച്ചയായി പ്രതിരോധത്തിലാകുന്ന കേരള സർവകലാശാല ഈ വിഷയത്തിലും പോലീസിനെ സമീപിച്ചു. നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് വന്നിട്ട് അതിനകത്ത് എഴുതി ഇത് വ്യാജമാണ് എന്ന്. അപ്പോൾ ഞങ്ങളത് പരിശോധിച്ചപ്പോൾ അത് വ്യാജമാണ്. അപ്പോൾ വ്യാജമായ ഒരു സർട്ടിഫിക്കറ്റ് പത്രത്തിൽ അച്ചടിച്ച് വരുമ്പോൾ അത് ഏറ്റവും അധികം ഡാമേജ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയാണ്. NIRF റാങ്കിംഗ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയാണ് അറ്റ് സ്റ്റേക്ക്. അപ്പോൾ നമ്മൾ പോലീസിനോട് പറഞ്ഞു ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ അന്വേഷിക്കണം. ഇത് ആ കുട്ടി ഉണ്ടാക്കിയതാണോ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ ഞങ്ങൾക്കറിയില്ല. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഇമേജ് ഡാമേജ്ഡ് ആണ്. സർട്ടിഫിക്കറ്റ് തന്റേതല്ലെന്നും വിധിയോ നിഖിലോ ചെയ്തതുപോലെ താൻ ഒളിവിൽ പോയിട്ടില്ലെന്നും അൻസിൽ News 18നോട് പ്രതികരിച്ചു. ഞാൻ ഈ സർട്ടിഫിക്കറ്റായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഞാൻ എവിടെയും ഒന്നിനും ചെയ്തിട്ടില്ല. എന്തെങ്കിലും തെളിവുണ്ടേ കൊണ്ടുവരൂ. ഇന്ന് കേരളം ഭരിക്കുന്നവരാ? ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരുമാണ്. പിണറായി വിജയന്റെ എല്ലാ സംവിധാനവും 100-110 വർക്ക് ചെയ്യുന്ന ഈ കാലത്ത്, ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? എനിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ വിദ്യ ചെയ്ത പോലെ, ഇല്ലെങ്കിൽ കായംകുളത്തെ SFI നേതാവ് ചെയ്ത പോലെ ഞാൻ ഒളിവിൽ പോയിട്ടില്ല. ഞാൻ ഈ ചാനലുകളുടെ മുന്നിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് രാഷ്ട്രീയമാണ്. അൻസിൽ ജലീലിന്റെ പേരിൽ പ്രചരിക്കുന്ന സർട്ടിഫിക്കറ്റ് വ്യാജമെന്നും ദേശാഭിമാനിക്ക് എവിടെ നിന്ന് ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചുവെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. ദേശാഭിമാനി പത്രത്തിലാണ് ആദ്യമായി അൻസിൽ ജലീലിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രത്യക്ഷപ്പെടുന്നത്. KSUവിനും പറയാനുള്ളത് അൻസിൽ ജലീലിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. ഇതിൽ വ്യക്തമാക്കേണ്ടത് ദേശാഭിമാനിയാണ് വ്യക്തമാക്കേണ്ടത്. വേർ ഈസ് എ പോയിന്റ് ഓഫ് ഒറിജിൻ? ഈ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് വന്നു? എവിടെ നിന്നാണ് ദേശാഭിമാനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? സർട്ടിഫിക്കറ്റിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അൻസിൽ ജലീലും പോലീസിനെ സമീപിച്ചു. News 18 തിരുവനന്തപുരം.
വ്യാജരേഖ കേസിൽ നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും മുൻകൂർ ജാമ്യാപേക്ഷയുമായി എസ്എഫ്ഐ നേതാവ് കെ വിദ്യ. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജി ഈ മാസം 24-ന് കോടതി പരിഗണിക്കും. 15 ദിവസമായി വിദ്യ ഒളിവിലാണ്. കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വ്യാജരേഖയുണ്ടാക്കി ജോലി നേടിയ കേസിലാണ് കെ വിദ്യ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കാസർഗോഡ് സെഷൻസ് കോടതിയെ സമീപിച്ചത്. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കെട്ടിച്ചമച്ച കേസെന്നാണ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിദ്യയുടെ വാദം. അവിവാഹിതയാണ്, ആ പരിഗണന നൽകണമെന്നും വിദ്യ ജാമ്യ ഹർജിയിൽ പറയുന്നു. ജാമ്യം നിഷേധിക്കുന്ന തരത്തിലുള്ള കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും ഹർജിയിലുണ്ട്. ജൂൺ 8-നാണ് നീലേശ്വരം പോലീസ് വിദ്യക്കെതിരെ കേസെടുത്തത്. ജാമ്യ ഹർജി ഈ മാസം 24-ന് കോടതി പരിഗണിക്കും. അതേസമയം അട്ടപ്പാടി കോളേജിൽ വ്യാജരേഖ ചമച്ചെന്ന കേസിൽ പ്രതിയായ കെ വിദ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് നിലനിൽക്കില്ലെന്നും കേസ് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും വിദ്യ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. കേസ് 27-നാണ് പരിഗണിക്കുക. ജൂൺ 6-നാണ് വിദ്യക്കെതിരെ അഗളി പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കാസർഗോഡ്. ഇടവേള. കായംകുളം MSM കോളേജിലെ നിഖിൽ തോമസിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ റിപ്പോർട്ട് തയ്യാറെന്ന് കോളേജ് പ്രിൻസിപ്പൽ രാവിലെ കേരള യൂണിവേഴ്സിറ്റി VC റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. 5 മണിക്ക് മുമ്പ് റിപ്പോർട്ട് നൽകാനായിരുന്നു ആവശ്യപ്പെട്ടത്. ശരണ്യ സ്നേഹിതൻ ചേരുന്നു. ശരണ്യ, റിപ്പോർട്ട് തയ്യാറാണ്. എപ്പോഴാണ് VCക്ക് സമർപ്പിക്കുന്നത്? വിവരങ്ങൾ. ധന്യ, 5 മണിക്ക് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള അന്ത്യശാസനമായിരുന്നു കേരള സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് MSM കോളേജിനായി ഉണ്ടായിരുന്നത്. എന്തായാലും ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇന്റേണൽ കമ്മിറ്റി, അതായത് കോളേജ് രൂപീകരിച്ച 5 അംഗ അധ്യാപകർ അടങ്ങുന്ന ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുമായിരുന്നു. ആ റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷമാണ് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി സർവകലാശാലയ്ക്ക് കൈമാറേണ്ട വിവരങ്ങൾ കൈമാറും എന്നുള്ളതാണ് അറിയിച്ചത്. ഇപ്പോൾ MSM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇനി മിനിറ്റുകൾ മാത്രമാണ് 5 മണിക്ക് അവശേഷിക്കുന്നത്. ആ റിപ്പോർട്ട് അന്തിമഘട്ടത്തിലായി കഴിഞ്ഞു, പൂർണ്ണമായി കഴിഞ്ഞു. ഇത് ഇപ്പോൾ ടൈപ്പ് ചെയ്യുവാണ്. അല്പസമയത്തിനകം തന്നെ യൂണിവേഴ്സിറ്റിക്ക് കൈമാറും, മെയിൽ മുഖാന്തരം അയക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ മുഹമ്മദ് താഹ നമ്മളോട് വ്യക്തമാക്കിയുള്ളത്. അതേസമയം തന്നെ ഇന്നലെ MSM കോളേജിലേക്ക് കായംകുളത്ത് നിന്നുള്ള അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. കായംകുളം SI ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തി ഇന്നലെ പ്രിൻസിപ്പളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് വീണ്ടും വെരിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളുമായി കായംകുളത്ത് നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ പ്രിൻസിപ്പളുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിനകത്ത്, അതായത് നിഖിൽ തോമസ് ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ നിഖിലിന്റെ അവസാന ടവർ ലൊക്കേഷൻ കായംകുളമാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം പിന്നെ അത് മാത്രമല്ല, നിഖിലിനൊപ്പം തന്നെ നിയാസ് എന്ന ആൾ, അത് ഇപ്പോൾ നിഖിൽ അവർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ആളാണ്. നിയാസ് എന്ന ആളും ഈ സമയത്ത് ഈ 19-ന് ഈ ദിവസം ഒരേ ടവർ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കായംകുളത്ത്. നിയാസിനെ ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി പോലീസ് വീട്ടിലെത്തി സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. നിയാസിനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിഖിലിന് ഇവിടെ നിന്നും കടന്നു കളയാനുള്ള സഹായം അടക്കം ചെയ്തത് നിയാസ് ആണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഒപ്പം തന്നെ ഈ നിയാസ് ലോ അക്കാദമിയിൽ LLM സ്റ്റുഡന്റ് ആണ്. നിയാസിന് ഡൽഹിയിൽ LLBക്ക് പഠിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ആ LLB സർട്ടിഫിക്കറ്റും അടക്കം വ്യാജമാണോ എന്നുള്ള ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. അത്തരത്തിൽ മാത്രമല്ല, അത് പരിശോധിക്കണം. കാരണം LLMന് യോഗ്യത നേടിയത് കേരള സർവകലാശാലയുടെ ഇക്വലൻസി നേടിയാണ്. അത് ഈ നിഖിലിന്റെ കാലയളവിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതും പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ നിയാസിനൊപ്പമാണ്, ഈ കായംകുളത്ത് നിന്നുള്ള നിയാസിനൊപ്പമാണ് SFI നേതാക്കളെ കാണുന്നതിന് വേണ്ടി ഏറ്റവും ഒടുവിലായി നിഖിൽ അവിടെ എത്തിയിട്ടുള്ളത്, തിരിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത്. അതിനുശേഷം തിരിച്ച് കായംകുളത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടുപേരുടെയും ടവർ ലൊക്കേഷൻ ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് അന്വേഷണ സംഘം ഇന്ന് നിയാസിനെ അവിടെ നിന്നും വീട്ടിൽ പുലർച്ചെ 5 മണിയോടുകൂടി വീട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ചോദ്യം ചെയ്തു വരികയാണെന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ റായ്പൂരിൽ ഇവിടെ നിന്നുള്ള അന്വേഷണ സംഘം പോയിട്ടുണ്ട്. അവർ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ്. കലിംഗ രജിസ്ട്രാറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സർവകലാശാല VC വളരെ അദ്ദേഹം പറഞ്ഞത് 5 മണിയാണ് അവസാന സമയം. ആ 5 മണിക്കുള്ളിൽ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ കോളേജിനെതിരെ തുടർ നടപടികളിലേക്ക് സർവകലാശാല നീങ്ങും എന്നുള്ളതാണ്. എന്തായാലും ആ റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രിൻസിപ്പൽ തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ റിപ്പോർട്ട് നൽകുന്നതാണ്. ശരി, നന്ദി ശരണ്യ.
യൂണിവേഴ്സിറ്റിയിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ കാണാതായ സംഭവത്തിൽ 2 പേർക്കെതിരെ നടപടി. മുൻ സെഷൻ ഓഫീസറെയും നിലവിലെ സെഷൻ ഓഫീസറെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജോയിന്റ് രജിസ്ട്രാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തും. ജി ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ. ധന്യ, എന്തായാലും എം ജി സർവകലാശാല ഈ വിഷയത്തിൽ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ സെഷനിൽ ഉണ്ടായിരുന്ന മുൻ സെഷൻ ഓഫീസറെയും ഇപ്പോൾ അവിടെയുള്ള ചുമതലയുള്ള സെഷൻ ഓഫീസറെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ജോയിന്റ് രജിസ്ട്രാർ തലത്തിൽ ഇക്കാര്യത്തിൽ ഉന്നതതല അന്വേഷണം നടത്താനും തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇതിൽ പോലീസിന് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പോലീസ് അന്വേഷണത്തിനും സർവകലാശാല ശുപാർശ ചെയ്യുകയാണ്, പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാണാതായ 54 സർട്ടിഫിക്കറ്റുകളാണുള്ളത്. ഈ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകൾ അസാധുവാക്കും. സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതിന്റെ അതായത് ഈ സംഭവത്തെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ സർട്ടിഫിക്കറ്റുകൾ പൂർണ്ണമായും അസാധുവാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്കാണ് എം ജി സർവകലാശാല എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സെഷനിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം മറ്റ് സെഷനുകളിലേക്ക് മാറ്റാനും സർവകലാശാല ഈ തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് സർവകലാശാല വാർത്താക്കുറിപ്പിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ സെഷൻ ഓഫീസർമാർക്ക് പ്രാഥമികമായി വീഴ്ച വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുൻ ഉദ്യോഗസ്ഥ സെഷൻ ഓഫീസറെയും ഇപ്പോഴത്തെ ആളെയും സസ്പെൻഡ് ചെയ്യുന്നത്. ജോയിന്റ് രജിസ്ട്രാർ തലത്തിലായിരിക്കും സർവകലാശാല തലത്തിലുള്ള അന്വേഷണം. കഴിഞ്ഞ 4 ദിവസം മുൻപാണ് ഇതിങ്ങനെ നഷ്ടപ്പെട്ടതായിട്ട് വിവരം മനസ്സിലാക്കുകയും സർവകലാശാല പലതരത്തിൽ ഇതിന്റെ പരിശോധന കണ്ടെത്തുന്നു. പക്ഷെ അതൊന്നും തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ ഇതുമായി ഇപ്പോഴുള്ള നടപടിയിലേക്ക് സർവകലാശാല കടക്കുന്നത്. ഈ സീരിയൽ നമ്പറുകൾ 54 സർട്ടിഫിക്കറ്റുകളുടെയും സീരിയൽ നമ്പറുകൾ ഇവ അസാധുവാക്കി പ്രസിദ്ധീകരിക്കാനും സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീജിത്ത്, നിഖിൽ തോമസിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കേരള സർവകലാശാലയ്ക്കുള്ള മറുപടി തയ്യാറായെന്ന് കായംകുളം MSM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. റിപ്പോർട്ടായിരുന്നു കോളേജിന്റെ. ഞാൻ ഇപ്പം സർവകലാശാലയ്ക്ക് അയച്ചു സർ. റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അല്ല, 5 മണിക്ക് മുമ്പ് അയക്കണം. അയക്കും. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 5460 രൂപ, പവന് 43,680 രൂപ, വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോ 78,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3522 രൂപ, ഔൺസിന് 1,09,547 രൂപ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. 4 മണി വാർത്ത പൂർണ്ണമാവുന്നു. നമസ്കാരം.